പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജ്യാമിതി എന്ന സെക്ഷനിൽ നിന്നും നമ്മൾ ഏകദേശം ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചായിരുന്നു, റെക്റ്റാങ്കിൾ പഠിച്ചു, സ്ക്വയർ പഠിച്ചു അല്ലേ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സാമാന്തരികം, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷാണ് പാരലോഗ്രാം. സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം എന്താണെന്ന് നോക്കാം. പാരലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന ഒരു രൂപത്തെയാണ് പാരലോഗ്രാം എന്ന് പറയുന്നതെന്ന് നോക്കാം. ഇതേ നോക്കിയേ, 4 സൈഡുണ്ട് അല്ലേ. അപ്പം ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയാം സാമാന്തരികത്തിന് അല്ലെങ്കിൽ പാരലോഗ്രാമിന് എത്ര സൈഡുണ്ട്? 4 സൈഡുണ്ട്. 4 സൈഡുണ്ട്. സാമാന്തരികത്തിന് 4 സൈഡുണ്ട്. ആ സൈഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓപ്പോസിറ്റുള്ള സൈഡ്സ് ഈക്വൽ ആണ്. അതുമാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡ്സ് പരസ്പരം പാരലലാണ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പാരലോഗ്രാം എന്ന് വിളിച്ചത്. ഓക്കെ ആണോ? അപ്പോൾ പാരലോഗ്രാമിനെ കുറിച്ചുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് 4 സൈഡുണ്ട്. 4 സൈഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, അത് പാരലുമാണ്. ഓക്കെ ആണോ? ഇവിടുത്തെ ആംഗിൾസിനൊരു പ്രത്യേകതയുണ്ട്. എന്താ ആംഗിൾസിൻ്റെ പ്രത്യേകത? ഈ അടുത്തടുത്ത് കിടക്കുന്ന 2 ആംഗിൾസ് ഉണ്ടല്ലോ, ഈ അടുത്തടുത്ത് കിടക്കുന്ന ഇങ്ങനെ 2 ആംഗിൾസ്, ഈ 2 ആംഗിൾസ് ഇതിനെ നമുക്ക് എ എന്നും ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ആംഗിൾസ് എയും ബിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. എയും ബിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ അടുത്തടുത്ത് 2 ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇതിനെ ഞാൻ സി എന്നും ഇതിനെ ഞാൻ ഡി എന്നും കൊടുക്കുകയാണെങ്കിൽ, അതേപോലെ ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാം, അടുത്ത് കിടക്കുന്ന എയും സിയും കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. 180 ഡിഗ്രി. ഓക്കെ ആണോ? അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന 2 ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഓക്കെ, അടുത്ത പോയിൻ്റാണ്, പഠിച്ചല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി അടുത്ത പോയിന്റ് പഠിച്ചോ. ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന 2 ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ആംഗിൾസ് തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോക്കി, എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാ? ഓപ്പോസിറ്റ് കിടക്കുന്ന ഡി ആണ് അല്ലേ. അപ്പോൾ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഡി ആണ്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും എന്താണ്? ഈക്വൽ ആയിരിക്കും. അതേപോലെ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാ? ആംഗിൾ സി ആണ് അല്ലേ. അങ്ങനെ ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്? ഈക്വൽ ആണ്. അതാണ് പാരലോഗ്രാമിൻ്റെ പ്രത്യേകത. എന്തൊക്കെയാണ്? 4 സൈഡ്സ് ഉണ്ട്. 4 സൈഡ്സിലെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, പാരലായിരിക്കും. അതേപോലെ 4 ആംഗിൾസ് ഉണ്ട്. അടുത്തടുത്ത് കിടക്കുന്ന 2 ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ് എന്നും പഠിച്ചു. ഓക്കെ ആണോ? ഇനി ഇവിടെ 2 ഡയഗണൽസ് കിട്ടും നമുക്ക്. 2 ഡയഗണൽസ് അല്ലേ. ആ 2 ഡയഗണൽസിൻ്റെ പ്രത്യേകത പഠിച്ചു വെച്ചേക്കുക. ഇത് പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യും. പരസ്പരം എന്ത് ചെയ്യും? ഈക്വലി ഇൻ്റർസെക്റ്റ് ചെയ്യും. രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്നത് 2ൻ്റെയും മധ്യഭാഗത്തായിരിക്കും. ഈ വരയുടെയും മധ്യഭാഗത്തായിരിക്കും, ഈ വരയുടെയും മധ്യഭാഗത്ത് വെച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? പരസ്പരം ക്രോസ് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്താണ്? പാരലോഗ്രാമിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. പാരലോഗ്രാമിൻ്റെ ചുറ്റളവ് നമുക്കറിയാം, ചുറ്റുമുള്ള അളവാണ് അല്ലേ. ചുറ്റളവ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 4 സൈഡും കൂടെ കൂട്ടിയാൽ മതി. ഇവിടുത്തെ നീളവും അല്ലേ, 4 സൈഡിലെ. അല്ലെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് പറയാം. നമ്മൾ റെക്റ്റാങ്കിൾ പറഞ്ഞ പോലെ പറയാം. 2 ഇൻറ്റു എൽ പ്ലസ് ബി ചെയ്താലും മതി. 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഈ സൈഡും കൂടെ കൂട്ടിയിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒന്നെങ്കിൽ 4 സൈഡ് തമ്മിൽ കൂട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു എൽ പ്ലസ് ബിയും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്രിയയാണ്. ഓക്കെ ആണോ? എല്ലും ബിയും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഏരിയ. എന്താണ് ഇതിൻ്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ, വിസ്തീർണം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് BH. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? BH. എന്താ ബി എന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത് ഈ താഴ്ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. കണ്ടോ? ബി. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് എന്ന് പറഞ്ഞാൽ അടുത്ത ഈ സൈഡല്ല നമ്മൾ എടുക്കുന്നത്. ഈ ബേസിൽ നിന്നും ഈ മേള് വരെയുള്ള നീളം, പൊക്കം, ഇത് കണ്ടോ? ഇതാണ് എച്ച് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. കണ്ടോ? ഹൈറ്റ്, എത്ര നീളമുണ്ട്, എത്ര പൊക്കമുണ്ട്, അതാണ് എച്ച് എന്ന് പറയുന്നത്. എച്ച് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഈ വെർട്ടെക്സിൽ നിന്നോ അല്ലെങ്കിൽ ഈ വെർട്ടെക്സിൽ നിന്നോ താഴേക്കൊരു വര വരയ്ക്കുക. അതായത് ഇതേപോലെ ഇങ്ങനെ താഴേക്കൊരു വര വരയ്ക്കുക. ഈ വരയുടെ നീളം എത്രയാണ്? അതാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
അപ്പോൾ പാരലോഗ്രാമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം പാരലോഗ്രാമിനെ വെച്ചുള്ള കണക്കുകൾ നോക്കാം. ഇനി നോക്കിയ ഒരു സാമാന്ത്രികത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ എതിർ ശീർഷകത്തിൽ നിന്നുള്ള ഉന്നതി 10 സെൻറ്റിമീറ്ററുമായാൽ വിസ്തീർണം എത്രയാണ്? ഇത് എന്താ അവർ പറഞ്ഞേക്കുന്നത്, അതനുസരിച്ച് ഒന്ന് വരച്ച് നോക്കിയേ. ഇതാണ് പാരലോഗ്രാം. ഒരു സാമാന്ത്രികത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ. അതിൻ്റെ എതിർ ശീർഷകത്തിൽ നിന്നും ഇതിൻ്റെ എതിർ ശീർഷകം എന്ന് വെച്ചാൽ ഈ സൈഡിൻ്റെ എതിർ ശീർഷകം എന്ന് വെച്ചാൽ ഇതോ അല്ലെങ്കിൽ ഈ പറഞ്ഞതോ കേട്ടോ. മേളിലുള്ള രണ്ട് ശീർഷകത്തെയാണ് നമ്മൾ എതിർ ശീർഷകം എന്ന് പറയുന്നത്. ആ ശീർഷകത്തിൽ നിന്നുള്ള ഉന്നതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ്, ഇതിനെയാണ് നമ്മൾ ഉന്നതി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നേരെ താഴേക്ക് വരയ്ക്കുന്നതിനെയാണ് ഉന്നതി എന്ന് വിളിക്കുന്നത്. ഈ ഉന്നതി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, അതാണ് നമ്മുടെ ഹൈറ്റ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 10 സെൻറ്റിമീറ്ററുമായാൽ വിസ്തീർണം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഏരിയ ഈക്വൽ ടു BH അല്ലേ. ബി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വശം തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ, ഇൻറ്റു H എന്ന് പറയുന്നത് ഹൈറ്റാണ്, അത് 10 എന്ന് തന്നിട്ടുണ്ട്. 20 × 10 200 സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ടിടത്തും സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ എ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. നീളം 10 സെൻറ്റിമീറ്ററും ഉന്നതി 5 സെൻറ്റിമീറ്ററുമായാൽ വിസ്തീർണം എത്ര? വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ BH അല്ലേ. ഒരു സൈഡ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്, ഉന്നതി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ആൻസർ 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. എളുപ്പമല്ലായിരുന്നോ? അപ്പോൾ വിസ്തീർണം കാണാൻ എളുപ്പമാണല്ലോ. ദേ നോക്കിയേ, ഒരു സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം 300 സെൻറ്റിമീറ്റർ ആയാൽ, കണ്ടോ മോഡൽ മാറി. ഒരു സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം 300 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ ആയാൽ ആ വശത്തേക്കുള്ള എതിർ ശീർഷകത്തിൽ നിന്നുള്ള ഉന്നതി എന്താ തന്നേക്കുന്നത്? നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഏരിയ എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഒരു വശത്തിൻ്റെ നീളം അല്ലെങ്കിൽ ബേസ് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. നമ്മുടെ അടുത്ത് H ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആ വശത്തേക്കുള്ള ഉന്നതിയാണ് കാണാൻ ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്തുവാ? ഏരിയ ഈക്വൽ ടു BH എന്നുള്ളതാണ്. ഏരിയ ഈക്വൽ ടു BH. ഏരിയ തന്നിട്ടുണ്ട് 300 എന്ന് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട് 30 ഇൻറ്റു H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. H കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? H അതേപോലെ അവിടെ ഇടുക. Hൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 30 ഈക്വൽ ടുവിൻ്റെ മറു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഈക്വൽ ടുവിൻ്റെ മറു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണിച്ചിരിക്കുന്ന 30 എന്താവും? ഡിവൈഡ് ആകും. ദെൻ ചെയ്ത് നോക്കിയേ, 10 എന്ന് കിട്ടി. ആൻസർ എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം 800 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 40 സെൻറ്റിമീറ്റർ ആയാൽ ആ വശത്തേക്ക് എതിർ ശീർഷകത്തിൽ നിന്നുള്ള ഉന്നതി എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം 800 സെൻറ്റിമീറ്റർ സ്ക്വയർ. 800 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട് 800 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യൻ തന്നേക്കുന്നവരെടുത്ത് എഴുതുക. ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആയാൽ ആ വശത്തിൻ്റെ എതിർ ശീർഷകത്തിൽ നിന്നുള്ള ഉന്നതി ഹൈറ്റ് എന്താണെന്നാണ് നമ്മുടെ ചോദിച്ചത്. ഹൈറ്റ് എന്താണ്? ഇക്വേഷൻ എന്തുവാ? ഏരിയ ഈക്വൽ ടു BH. ഏരിയ ഈക്വൽ ടു BH അല്ലേ. ഏരിയ എത്ര എന്ന് തന്നിട്ടുണ്ട്? 800 എന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 40 ആണ്. H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. H കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 800 ഡിവൈഡഡ് ബൈ 40. ഇവിടെ ഗുണിച്ചിരിക്കുന്ന 40 ഈക്വൽ ടു മറു സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും അല്ലേ. നോക്കി എത്ര കിട്ടും നമുക്ക്? 20 എന്ന് കിട്ടും. 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ്റെ മോഡൽ മാറി. അടുത്ത മോഡലാണ്. ഒരു സാമാന്ത്രികത്തിൻ്റെ വികർണം 20 സെൻറ്റിമീറ്ററും അതിലേക്ക് എതിർ ശീർഷകത്തിൽ നിന്നുള്ള അകലം 10 സെൻറ്റിമീറ്ററുമായാൽ സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം എന്ത്? സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം കണ്ടോ, ക്വസ്റ്റ്യൻ മാറി. ഒന്ന് വരച്ചു നോക്കാം എന്താ പറഞ്ഞേക്കുന്നത്. ഇതാണ് ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ ഒരു സാമാന്ത്രികം. ഒരു സാമാന്ത്രികത്തിൻ്റെ വികർണം നമ്മൾ ഡയഗണൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചു അല്ലേ. ഈ ഡയഗണൽസ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ഡയഗണൽസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ. അതിലേക്ക് എതിർ ശീർഷകത്തിൽ നിന്നുള്ള അകലം, എതിർ ശീർഷകം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം കണ്ടോ. എതിർ ശീർഷകത്തിൽ നിന്നുള്ള നീളം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. എതിർ ശീർഷകത്തിൽ നിന്നുള്ള നീളം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയാൽ സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം ഇങ്ങനെ തരികയാണെങ്കിൽ ഒരു ഡയഗണലിലേക്കുള്ള ദൂരവുമാണ് തരുന്നതെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. DH. ഇക്വേഷൻ എന്താണ്? DH. ഓക്കെ ആണോ? മറ്റേത് BH, ഇത് DH. പഠിക്കാൻ എളുപ്പമാണല്ലോ. D എന്ന് പറയുന്നത് ഡയഗണൽസിൻ്റെ നീളം 20, H എന്ന് പറയുന്നത് ദൂരം 10. ആൻസർ എത്ര കിട്ടും? 200 സെൻറ്റിമീറ്റർ സ്ക്വയർ. 200 സെൻറ്റിമീറ്റർ സ്ക്വയർ.
ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സാമാന്ത്രികത്തിൻ്റെ വികർണം 40 സെൻറ്റിമീറ്ററും അതിലേക്ക് എതിർ ശീർഷത്തിൽ നിന്നുള്ള അകലം 300 സെൻറ്റിമീറ്ററുമായാൽ സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം എന്ത്? ഇതേ കഴിഞ്ഞ കണക്ക് പറഞ്ഞതിൻ്റെ കൂട്ട് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡയഗണൽസ് തന്നിട്ടുണ്ട്, അകലം തന്നിട്ടുണ്ട്. ഇക്വേഷൻ എന്തായിരിക്കും? DH അല്ലേ? D എന്ന് പറയുന്നത് 40 H എന്ന് പറയുന്നത് 30 4 3 12 1200 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത മോഡലിലേക്ക് പോകാം. ഒരു സാമാന്ത്രികത്തിൻ്റെ വശങ്ങൾ 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും അതിൻ്റെ വികരണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും എങ്കിൽ സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം എന്ത്? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു സാമാന്ത്രികമാണ്. ആ സാമാന്ത്രികത്തിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്, മറു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇത് 8 ആണെങ്കിൽ ഇത് 8, ഇത് 6. ഓക്കെ ആണല്ലോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ വികരണത്തിൻ്റെ നീളം ഏതെങ്കിലും ഒരു വികരണം, രണ്ട് വികരണവും തുല്യമാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം എന്ത്? എന്തൊക്കെ തന്നിട്ടുണ്ട്? രണ്ട് സൈഡും ഒരു വികരണവും തന്നിട്ടുണ്ട്, രണ്ട് സൈഡും വികരണത്തിൻ്റെ നീളവും തന്നിട്ടുണ്ട്. എന്നിട്ട് വിസ്തീർണം ചോദിച്ചു, പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. രണ്ട് സൈഡും എന്തൊക്കെ തരണം നമുക്ക്? രണ്ട് സൈഡും വികരണവും തരികയാണെങ്കിൽ, ഡയഗണലും തരികയാണെങ്കിൽ, രണ്ട് സൈഡും ഡയഗണലും തരികയാണെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് 2 റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ. ഇത് ഇത്ര ഇക്വേഷൻ എവിടെയെങ്കിലും, ഈ 2 ഒഴിവാക്കിയുള്ള ഇക്വേഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ത്രികോണത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 വശങ്ങൾ തന്നു കഴിഞ്ഞാൽ, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ തന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ? ഈ ഡയഗണൽ, ഈ പാരലോഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത്, ഇതൊരു പാരലോഗ്രാമാണ് അല്ലേ? ഇവർ പറഞ്ഞിരിക്കുന്ന രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെയാ? 8ഉം 6ഉം തന്നിട്ടുണ്ട്. വികരണത്തിൻ്റെ നീളം തന്നു. ഇതേ വികരണം കണ്ടോ? ഇത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. നിങ്ങളൊന്ന് നോക്കിയേ. ഇതിൻ്റെ നടുക്കൂടെ നമ്മളൊരു വര വരച്ചപ്പോൾ, ഒരു പാരലോഗ്രാം വരച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു വര വരച്ചപ്പോൾ ഇത് രണ്ട് ട്രയാങ്കിളായി അല്ലേ? ഇങ്ങനൊരു ത്രികോണവും കിട്ടി നമുക്ക്, ഇവിടെ ഒരു ത്രികോണവും കിട്ടി, മറു സൈഡിൽ അടുത്ത ത്രികോണവും കിട്ടി അല്ലേ? മറു സൈഡിൽ അടുത്ത ത്രികോണവും കിട്ടി. ഇങ്ങനെ രണ്ട് ത്രികോണം നമുക്ക് കിട്ടി കണ്ടോ? ഇനി ആ ത്രികോണത്തിൻ്റെ അളവ് നോക്കിയേ. ഇവിടെ ഈ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ, ഈ ഒന്നെന്ന് എഴുതിയേക്കുന്ന ത്രികോണത്തിൻ്റെ സൈഡ് ഏതൊക്കെയാണ്? 8, 6, ഈ സൈഡ് 10. രണ്ടെന്ന് എഴുതിയേക്കുന്ന ത്രികോണത്തിൻ്റെ സൈഡ് ഏതൊക്കെ തന്നെ ആയിരിക്കും? ഇവിടെ 6, ഇവിടെ 8, ഇത് 10 അല്ലേ? അപ്പോൾ രണ്ട് ത്രികോണങ്ങളും സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? ഇനി ത്രികോണത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന ഒരു ത്രികോണത്തിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം 3 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത് ചെയ്യുമ്പോൾ, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കിട്ടും. അതേ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ത്രികോണത്തിൻ്റെയും ഏരിയ കിട്ടും. ഈ രണ്ട് ത്രികോണം കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് ആരെ കിട്ടും? പാരലോഗ്രാം കിട്ടും. എന്ത് കിട്ടും? പാരലോഗ്രാം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ? ഇനി ഇതിനകത്ത് നോക്കേണ്ടത് എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായാലും നമ്മൾ പഠിച്ചിട്ടുള്ള എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. മറന്നുപോയെങ്കിൽ റീകളക്ട് ചെയ്യുക. എസ്, ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ് അല്ലേ? 3 വശമാണ് എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ. ഇങ്ങനെയാണ് ഒരു ത്രികോണമെങ്കിൽ ത്രികോണത്തിൻ്റെ 3 സൈഡിനെയാണ് എ ബി സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? എ എന്ന് പറയുന്നത് 8, ബി എന്ന് പറയുന്നത് 6, സി എന്ന് പറയുന്നത് 10 അല്ലേ? എത്ര കിട്ടും? 16 8 24 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 24 ഡിവൈഡ് ബൈ 2 12 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് എസ് കിട്ടി, 12 കിട്ടി, എസ് 12 എന്ന് കിട്ടി. ഇക്വേഷനകത്തിലോട്ടൊന്ന് ഇട്ട് നോക്കിയേ. ഇക്വേഷനകത്തിലോട്ട് ഇക്വേഷൻ എന്തായിരുന്നു? 2 ഇൻറ്റു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇക്വേഷനകത്തിലോട്ട് ഇട്ട് കൊടുത്ത് 2 ഇൻറ്റു എസ് എന്ന് പറയുന്ന 12 കിട്ടി അല്ലേ? 12 ഇൻറ്റു 12 മൈനസ് എ എന്ന് പറയുന്നത് 8 ആണ്. 12 മൈനസ് 8 12 മൈനസ് 8 ഇൻറ്റു അടുത്ത് 12 മൈനസ് 6 അടുത്ത 12 മൈനസ് 10. ഓക്കെ ആണോ? 8 6 10 3 സൈഡ് മൈനസ് ചെയ്യുക. അടുത്ത 2 ഇൻറ്റു റൂട്ട് ഓഫ് 12 ഇൻറ്റു 12 നിന്ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഇൻറ്റു 12 നിന്ന് 6 പോയാൽ ബാക്കി 6 ഇൻറ്റു 12 നിന്ന് 10 പോയാൽ ബാക്കി 2
ഓക്കെ 12 × 4 × 6 × 2 എത്ര കിട്ടും നമുക്ക് 2 × √576 എന്ന് കിട്ടും 576 576ൻ്റെ റൂട്ട് എത്രയാണ് 24 അപ്പോൾ 2 × 24 എന്ന് കിട്ടും 2 × 24 48 സെൻറ്റിമീറ്റർ ആൻസർ 48 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഓപ്ഷനകത്ത് 48 ഇല്ല ഓക്കെ ആണോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ സെയിം കണക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഒരു സാമാന്ത്രികത്തിൻ്റെ വശങ്ങൾ 12 സെൻറ്റിമീറ്റർ 13 സെൻറ്റിമീറ്റർ അതിൻ്റെ വികരണം 5 സെൻറ്റിമീറ്റർ ആയാൽ സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം ഇക്വേഷൻ എന്താ രണ്ട് സൈഡും ഒരു വികരണവുമാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഒന്നെങ്കിൽ കാണാൻ പഠിക്കുക നിങ്ങൾ ഈ ഇക്വേഷൻ ഇങ്ങനെ കാണാൻ പഠിക്കുക അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇങ്ങനെയാണ് സാമാന്ത്രികം ഇതിനകത്ത് ഒരു സൈഡ് തന്നിട്ടുണ്ട് 12 മറു സൈഡ് 13 ഇവിടുത്തെ എന്ന് പറയുന്നത് 5 വികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നമുക്കറിയാം ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡുകൾ തന്നിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നാൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം അത് × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും ഓക്കെ ആണോ അങ്ങനെയും കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുക രണ്ട് സൈഡും ഒരു വികരണവുമാണ് തരുന്നതെങ്കിൽ ഇക്വേഷൻ എന്താ 2 × √S × S - A × S - B × S - C അതിൽ S കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ S = A + B + C/2 A + B + C/2 എത്ര A എന്ന് പറയുന്നത് 12 + 13 + 5/2 എത്ര കിട്ടും 30/2 15 എന്ന് കിട്ടും 30/2 15 എന്ന് കിട്ടും ഓക്കെ ഇനി ഈ ഇക്വേഷനിനകത്തോട്ട് നോക്കിയേ 2 × √15 × 15 - 12 × 15 - 13 × 15 - 5 ഓക്കെ 2 × √15 × 15 ന്ന് 12 പോയാൽ ബാക്കി 3 15 ന്ന് 13 പോയാൽ ബാക്കി 2 15 ന്ന് 5 പോയാൽ ബാക്കി 10 15 × 3 45 45 × 2 90 90 × 10 900 എന്ന് കിട്ടി 2 × √900 2 × √900 900ൻ്റെ റൂട്ട് എത്ര 2 × 30 ആൻസർ നമുക്ക് എത്ര എന്ന് കിട്ടി 60 എന്ന് കിട്ടി ഓപ്ഷൻ എ ഓക്കെ ആണോ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പം സാമാന്ത്രികം എന്ന ടോപ്പിക്കിനകത്ത് നിന്ന് നമുക്ക് ഇത്രയും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ BH ഇനി ആ ഡയഗണലും ഹൈറ്റുമാണ് തരുന്നതെങ്കിൽ ഇക്വേഷൻ DH ഇനി രണ്ട് വശവും ഒരു വികരണവുമാണ് തരുന്നതെങ്കിൽ എന്താണ് ഇക്വേഷൻ 2 × √S × S - A × S - B - C ഇനി S കണ്ടുപിടിക്കണമെങ്കിൽ A + B + C/2 ഓക്കെ ആണല്ലോ ഇത്രയാണ് പഠിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ